ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോയുമായിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു തുർക്കിഷ് ബ്രെഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് കാണാൻ ഏകദേശം നമ്മുടെ കുബൂസ് പോലൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദപ്പൊടി ആട്ടോ എടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ മെഷർമെൻറ്റ് കപ്പാണ്, 250 ml. അപ്പോൾ നമുക്ക് മൈദമാവ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് 1/2 കപ്പ് ഇളം ചൂടുള്ള പാലും അതുപോലെ തന്നെ 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ആക്കിയാൽ നമുക്ക് 1 കപ്പ് കിട്ടണം. അപ്പോൾ ഞാൻ അതിന് രണ്ടും കൂടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ വെള്ളവും പാലും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അത് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നിച്ച് ഒഴിക്കരുത് കേട്ടോ, കാരണം ഇതിനധികം വെള്ളം കൂടാനേ പാടില്ല. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനെപ്പോഴും ഇതിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ 1 കപ്പിൽ എനിക്കൊരു ടേബിൾ സ്പൂണോളം വെള്ളം ബാക്കി വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഈ വെള്ളം മതി. അപ്പോൾ ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിനെ ഒന്നിങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ഡോ ആക്കിയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഒലീവ് ഓയിലൊന്നും ഇങ്ങനെ ഒന്ന് തടവിയിട്ട് നമുക്ക് പാത്രം അടച്ച് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 1 കപ്പിൽ എനിക്ക് 1 ടേബിൾ സ്പൂൺ പാല് ബാക്കി വരാറുണ്ടെന്ന്. ഇപ്പോഴും അതുപോലെ തന്നെ ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ ഇരുന്നിട്ടൊന്ന് റെസ്റ്റായി വരട്ടെ. അപ്പോൾ അതാ 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് പാത്രം ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഏകദേശം പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഈക്വൽ പാർട്ടാക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കണം, ചെറിയ ബോളാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന നമ്മുടെ പലകയിൽ കുറച്ച് പൊടി ഒന്ന് തൂവി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മാവ് അതിലേക്ക് വെക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള 6 ഭാഗങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ ഞാനിതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ബാക്കിയുള്ളത് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതിലത്തെ ഒന്നിനെ എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ നമ്മളിങ്ങനെ റൗണ്ട് ആക്കൂല, അതുപോലെ ഇതിനൊന്ന് റൗണ്ടാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് പൊടി ഒന്ന് തൂവിയിട്ട് ഇതിനെ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അതാ ഈ ഒരു കനത്തിലാണ് ഞാനിതിനെ ഇവിടെ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ പരത്തിയിട്ടുള്ള നമ്മുടെ ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് നമ്മുടെ തീ മീഡിയം ടു ലോ എന്നുള്ള ആ ഒരു ടെമ്പറേച്ചറിൽ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ. അപ്പോൾ നമ്മുടെ
പിന്നെ ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കുറച്ച് കഴിഞ്ഞാൽ അതിലിങ്ങനെ ബബിൾസ് വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ബബിൾസ് വരാൻ തുടങ്ങിയാൽ നമുക്കിതിനെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് അപ്പുറത്തെ സൈഡും കുറച്ച് സമയം ഒന്ന് വെക്കാം. എന്നിട്ട് വീണ്ടും നമുക്കതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് സമയമൊക്കെ ഒന്ന് കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യരുത് കേട്ടോ. മീഡിയം ടു ലോ എന്നുള്ള ആ ഒരു ടെമ്പറേച്ചറിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. പിന്നെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന സമയത്തും എല്ലാ ഭാഗവും ഒരേ കനത്തിൽ പരത്തിയെടുക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ രണ്ട് ഭാഗവും ജസ്റ്റ് ഒന്ന് രണ്ടും കൊണ്ട് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ട് ഭാഗം ഏകദേശം ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ഒരു ഗോൾഡൻ കളർ ഉണ്ടാവുമല്ലോ, ആ കളറൊന്ന് ആക്കിയെടുത്താൽ ആയിക്കഴിഞ്ഞാൽ നമുക്കതിനെ പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് പിന്നെ നമുക്കിതിൻ്റെ മുകളിൽ നമ്മൾ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇനിയുള്ളത് ഓപ്ഷണലാണ്. നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് പാസ്ലി ലീവ്സ് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കാം. പാസ്ലി ലീവ്സ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. അതും അല്ലെങ്കിൽ നമുക്ക് ബട്ടർ ഒന്ന് തടവിയിട്ട് പിന്നെ നമുക്ക് തേനിൻ്റെ കൂടെ അങ്ങനെയും കഴിക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് അമ്മൂസിൻ്റെ കൂടെ, മുത്തബ്ബലിൻ്റെ കൂടെ, ഗാർലിക് പേസ്റ്റിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പിന്നെ ബ്രെഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത്. ഇതിന് അതേപോലെ നമുക്ക് ഷവർമ ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ പിസ്സ ബ്രെഡ് ഉണ്ടാക്കൂലേ, അതേപോലെ ഷവർമ പോക്കറ്റ് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന നല്ലൊരു ബ്രെഡ് റെസിപ്പിയാണ് കേട്ടോ അത്. നല്ല സോഫ്റ്റാണിത്, ബ്രെഡ് പോലെ തന്നെയാണ്, കുബൂസിൻ്റെ അതുപോലെ തന്നെയാണ്. പക്ഷേ കുബൂസിനെക്കാട്ടും കുറച്ച് കട്ടി ഉണ്ടാവും. പിസ്സ ബ്രെഡൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ അവർക്ക് അറിയാൻ പറ്റും ആ ഒരു തിക്നെസ് ഉണ്ടാവും കേട്ടോ ഇതിന്. അതുപോലെ തന്നെ നല്ല പൊങ്ങിയിട്ട് നല്ല പോക്കറ്റ് പോലെ ആയിട്ടുണ്ടാവും. നമുക്ക് ഷവർമ അതേപോലെ ഇങ്ങനെ പിസ്സ ബ്രെഡ് പോക്കറ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ചിക്കൻ കറീൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായതാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. ഇത് പ്രസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.